ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്ററിലെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതായത് 2 വേഴ്സസ് ദ ഗീതാഞ്ജലി ആൻഡ് ദ കാത്ന. എഴുതിയിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ. 2 വേഴ്സസ് എന്ന് പറയുന്നത് ഒരു പോമാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. ചെറിയൊരു പോമാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം കേട്ടോ. സോ ഇതിൽ പറയുന്നത്, നീ എന്നെ വിട്ടുപോയി, ഞാൻ നിനക്ക് വേണ്ടി മൗൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ സമയം പാസ് ചെയ്തപ്പോൾ ഞാൻ മൂവ്ഡായി. അതായത് ആ ഒരു സങ്കടമൊക്കെ മാറി കുറേ കാലം കഴിഞ്ഞപ്പോൾ, അതായത് ടൈം പാസ്ഡായപ്പോൾ എനിക്ക് ആ ഒരു സങ്കടമൊക്കെ മാറി. ആൻഡ് അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ് അല്ലേ, അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. സ്പ്രിംഗ് ഡേയ്സ് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. അതായത് സ്പ്രിംഗ് സീസൺ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും, എന്നിട്ട് അടുത്ത സീസൺ വരും. ഫ്ലവേഴ്സ് ഡ്രൈ ആവും, അതായത് ഫ്ലവേഴ്സ് ഡ്രൈ ആയി പോവും എന്നാണ് പറയുന്നത്. ആൻഡ് വൈസ് മാന് വാൺ ചെയ്യും. എന്താണ് വാൺ ചെയ്യുന്നത്? ലൈഫ് ഒരു ലോട്ടസ് ലീഫിൻ്റെ മേലെയുള്ള ഡ്യൂ ഡ്രോപ്പ് പോലെയാണ് എന്നാണ് പറയുന്നത്. അതായത് എപ്പോൾ വേണമെങ്കിലും ആ ഡ്യൂ ഡ്രോപ്പ് താഴെ വീഴാം അല്ലേ. സോ അത്രയും ഷോർട്ടാണ് ലൈഫ് എന്നാണ് വൈസ് മെൻ വാൺ ചെയ്യുന്നത്. പക്ഷേ ഞാനിതെല്ലാം നെഗ്ലക്റ്റ് ചെയ്ത് അവൾക്ക് വേണ്ടിയിട്ട് വീണ്ടും മോൺ ചെയ്യണോ എന്നാണ് ഇവിടെ ടാഗോർ ചോദിക്കുന്നത്. സോ ഈ വൈസ് മെൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, അതൊന്നും കാര്യമാക്കാതെ ഞാൻ ആ ഒരു ലവറിന് വേണ്ടിയിട്ട് വീണ്ടും സങ്കടപ്പെട്ട് മൗൺ ചെയ്യണോ എന്നാണ് ചോദ്യം. പക്ഷേ ഫൂളിഷായിരിക്കും. കാരണം ടൈം വളരെ ഷോർട്ടാണ്. സോ പെട്ടെന്ന് തന്നെ ടൈം ഇങ്ങനെ കടന്നു പോകുമല്ലേ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഫൂളിഷാണെന്നാണ് പറയുന്നത്. റെയിനി ഡേയ്സ് വരും, ആൻഡ് അതുപോലെ തന്നെ അത് ഒരുപാട് സൗണ്ടൊക്കെ ഉണ്ടാക്കും. ആൻഡ് ഗോൾഡൻ ഓട്ടവും പിന്നീട് വരും. സോ ആ ഒരു സീസൺ ചേഞ്ചിനെയാണല്ലേ ഇവിടെ പറയുന്നത്. ഫസ്റ്റ് സ്പ്രിങ് വരുന്നു, ആൻഡ് അതിന് ശേഷമാണ് വരുന്നത്, റെയിനി സീസൺ വരുന്നത്. ആൻഡ് ദെൻ അതിന് ശേഷം ഓട്ടം സീസൺ വരും അല്ലേ. ഗോൾഡൻ ഓട്ടമാണ് വരുന്നത്. ആൻഡ് പിന്നീട് പറയുന്നത്, ഇൻ ബിറ്റ്വീൻ ദാറ്റ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു കെയർലെസ് ഏപ്രിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതെന്താ ചെയ്യുക, എല്ലാ സ്ഥലത്തും ഇങ്ങനെ കിസ്സസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഇടും, ഇങ്ങനെ വിതറിയിടും കിസ്സസൊക്കെ. ഓക്കെ. പിന്നെയും പറയുന്നുണ്ട്, ഭയങ്കര ഫൂളിഷായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ ലവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ മോൺ ചെയ്യുന്നത്. ബിക്കോസ് ടൈം വളരെ ഷോർട്ടാണ്. വളരെ നൈസായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പോംസൊക്കെ എഴുതാനായിട്ട്. അതായത് നീ എൻ്റെ വേൾഡാണ് എന്നൊക്കെ പറഞ്ഞ് പോം എഴുതാനായിട്ട് നല്ല രസമാണ്. അതും ഒരു കോർണറിലിങ്ങനെ ഇരുന്നിട്ട് അത് വളരെ സ്വീറ്റായിരിക്കും. ആൻഡ് പിന്നീട് പറയുന്നത്, ഇങ്ങനെ ഈ പെയിനൊക്കെ ഉണ്ടല്ലോ, ലോസ്റ്റ് ലവ് അല്ലേ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ലവിനെ ആലോചിച്ചിട്ടുള്ള പെയിനൊക്കെ ഇങ്ങനെ കൺസോൾ ചെയ്ത് നിൽക്കുന്നത് ഹീറോയിക്കാണെന്നാണ് പറയുന്നത്. അതായത് വേദനകൾ, ആ ഒരു സങ്കടമൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ച്, സങ്കടം ഒക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ച് അതിനെ അടക്കി പിടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഹീറോയിക്കാണ് എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത്, പക്ഷേ എനിക്ക് ഇപ്പോൾ ആരോ ഒന്ന് എൻ്റെ റൂമിലോട്ട് ഇങ്ങനെ പീപ്പ് ചെയ്ത് നോക്കുന്നത് കാണാം. സോ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ ടീയേഴ്സ് വൈപ്പ് ചെയ്തു. എൻ്റെ ടീയേഴ്സ് ഞാൻ തുടച്ചു. എന്നിട്ട് ഞാൻ ആ ഒരു സോങ്ങിൻ്റെ ട്യൂൺ മാറ്റി എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പോം. അപ്പോൾ ഇവിടെ കൺവേ ചെയ്യുന്ന ഐഡിയ നമ്മൾ നമ്മുടെ പാസ്റ്റ് ലവിനെ ആലോചിച്ചിട്ട് വെറുതെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ടൈം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും. അതിനിടയ്ക്ക് കുറച്ച് സീസണിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ആ ഒരു ടൈം എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. സോ ഫസ്റ്റ്ലി സ്പ്രിംഗ് സീസൺ വരുന്നുണ്ട്, ആൻഡ് അതിനുശേഷം റെയിനി ഡേയ്സ് വരുന്നുണ്ട്. സോ റെയിനി ഡേയ്സ് ഒരുപാട് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് പിന്നീട് ഗോൾഡൻ ഓട്ടം വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് കെയർലെസ് ഏപ്രിൽ വരുന്നു. സോ ഇതൊക്കെയാണ് ആ ഒരു ടൈം എത്രയും പെട്ടെന്ന് മാറുന്നു എന്ന് പറയുന്നതിന് ഒരു ഹിൻറ്റ് നമുക്ക് കിട്ടുന്ന അല്ലേ. സോ ഈ ഒരു ഷോർട്ട് ഇതൊക്കെ ഉണ്ടല്ലോ, ഗോൾഡൻ ഓട്ടം, അതൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ആ ഒരു വേർഡ് ഗോൾഡൻ ഓട്ടം അതൊക്കെ എഴുതുന്നത് നല്ലതാണ്. ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഓട്ടം എന്ന് എഴുതുന്നതിന് പകരം ഗോൾഡൻ ഓട്ടം എന്ന് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കാം. പിന്നെ ആ വൈസ്മെൻ പറയുന്ന കാര്യം,
പിന്നെ ലാസ്റ്റിലോട്ട് ആ ഒരു ചേഞ്ച് അല്ലേ, അതായത് ആ ഒരു ടീയേഴ്സൊക്കെ വൈപ്പ് ചെയ്ത് ഒരു കാര്യങ്ങളൊക്കെ മറന്നിട്ട് പുതിയൊരു ലൈഫ് ജീവിക്കുക എന്നുള്ള ഒരു മാറ്റം. സോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പോമിൽ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ മറ്റു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെന്താ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സോ വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു പോം ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ വീഡിയോ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ബെനിഫിറ്റായി തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, സോ താങ്ക് യു.